പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു Q&A വീഡിയോ ആണ്. അപ്പോൾ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മെർലിൻ എങ്ങനെയാണ് സീനിയർ കെയർ ആയിട്ട് യുകെയിലേക്ക് വന്നതെന്നുള്ള. അപ്പോൾ ഒരുപാട് സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ പേഴ്സണലായിട്ടൊക്കെ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടിയൊക്കെ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും പലർക്കും ഉപകാരമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുന്ന വഴി ഈ വീഡിയോ യൂട്യൂബ് ഇതുപോലെയുള്ള ആവശ്യമുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് അത് സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴേ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ് നിങ്ങളുടെ മുമ്പിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളായ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് നെൽവിൻ ഡാനിയാണ്. നെൽവിൻ ഡാനി ചോദിച്ചേക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ആഴ്ചയിൽ 40 മണിക്കൂറാണ്. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി £10 വെച്ചാണെങ്കിൽ നമ്മുടെ വേജസ് എങ്കിൽ നമുക്കൊരു മന്ത്ലി £1200 ആണ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പുള്ളി ചോദിച്ചേക്കുന്നത്. അപ്പം അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ നോർമൽ അവേഴ്സാണ്. നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഇപ്പം 4 ദിവസമാണ് ജോലിയെങ്കിൽ ആഴ്ചയിൽ നമുക്ക് ഒരു 1 or 2 days നമുക്ക് എക്സ്ട്രാ ചെയ്യാൻ പറ്റും. ഡിപ്പെൻഡ്സ് ഓൺ യുവർ റിക്വയർമെൻറ്റ്സ്. നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യണവരുണ്ട് ഒത്തിരി. അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ പുറത്ത് നമുക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, എത്ര മണിക്കൂർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര മണിക്കൂർ പൈസ കിട്ടുമെന്നുള്ളത്. പിന്നെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരേണ്ട കാര്യമാണെങ്കിൽ ഒത്തിരി പേര് ഇതുപോലെ തന്നെ നെൽവിൻ അല്ലാതെ ഒത്തിരി പേര് ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുവരാൻ പറ്റുമോ, കൂടെ കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ അതിനുള്ള എൻ്റെ ഒരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും നമ്മളൊരു പുതിയൊരു നഴ്സിംഗ് ഹോമിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു കൺട്രി, പുതിയൊരു സ്ഥലത്തേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരു 1-2 മാസം അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2-3 months നമ്മളവിടെ ജോലി ചെയ്ത് നമ്മൾ ആ പരിസരവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് തീർച്ചയായിട്ടും. അപ്പോൾ നമുക്കൊരു ആ ഒരു സ്ഥലത്തെക്കുറിച്ചൊക്കെ ഒരു അറിവുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ വരുമ്പോൾ നമ്മളിപ്പോൾ അവരുടെ ടെമ്പററി അക്കോമഡേഷനിലൊക്കെ ആയിരിക്കും താമസിക്കുന്നത്. അപ്പോൾ ഡിപ്പെൻഡിനെ കൊണ്ടുവരുമ്പോൾ ഒബ്വിയസ്ലി നമുക്കൊരു പ്രൈവസിയും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് മാറേണ്ടതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വന്നു കഴിയുമ്പോഴേക്കും ഒരു 2-3 months ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാനും കാര്യങ്ങൾക്കൊക്കെ സമയമുണ്ട്. അപ്പം അത്രയും സമയമെങ്കിലും നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പ്രത്യേകിച്ചും നമുക്ക് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ കാര്യത്തിൽ അപ്പം നമ്മളത് ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പെട്ടെന്ന് തന്നെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ടഫായിരിക്കും. അപ്പം ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ടോണി ഫ്രാൻസിസ് ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് അബൌട്ട് ഡിപ്പെൻഡൻസ് ഫോർ സീനിയർ കെയർ വിസ. അപ്പം ഈ ഡിപ്പെൻഡൻസിനെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിനകത്ത് ഡിപ്പെൻഡൻസ് നമ്മൾ കൊണ്ടുവരുമ്പോഴേക്കും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കുറച്ച് സമയം എടുത്ത് കൊണ്ടുവരിക. അത് നമ്മളൊന്ന് പരിചയമായതിനു ശേഷം പിന്നെ ഡിപ്പെൻഡൻസ് ഒക്കെ വരുമ്പോഴേക്കും അവർക്ക് വേറെ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അവരുടെ പലരും പഠിച്ചേക്കണോ അല്ലെങ്കിൽ പലരുടെയും ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ വ്യത്യാസം ഉണ്ടാവും. ചിലർ ചിലപ്പം എഞ്ചിനീയേഴ്സ് ആയിരിക്കും, അങ്ങനെയുള്ള ഫീൽഡിൽ നിന്നൊക്കെ ഉള്ളവരായിരിക്കും. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഫാമിലി ആയിട്ട് വന്ന് താമസിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഒരുപാട് ഷാഠ്യം പിടിച്ചിട്ട് കാര്യമില്ല ഞാൻ ഇന്ന ജോലി ചെയ്യുമെന്ന്. നമ്മൾ എന്ത് ജോലി ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിലിരുന്നുകൊണ്ട് തന്നെ ഇപ്പം എന്തെങ്കിലും ജോബിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് പോകേണ്ട ഫീൽഡിലേക്ക് അന്വേഷിച്ചിട്ട് അതിനുള്ളൊരു സംഭവം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ അതായിരിക്കും എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നതിനകത്ത്. പിന്നെ ഇതിനകത്ത് ഒത്തിരി പേര് ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണ് ഏജൻസിനെ കുറിച്ച്. ഏജൻസിയുടെ ഡീറ്റെയിൽസ് തരുമോ, കോസ്റ്റ് എന്തായി, സർവീസ് ചാർജ് എന്തായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് ഏജൻസിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അവരുടെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. പ്രത്യേകിച്ച് നല്ലൊരു ഏജൻസി ആണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഓൺലൈനിൽ പബ്ലിഷ്ഡ് ആയിരിക്കും. അപ്പം നമുക്കതിൻ്റെ ഇമെയിലോ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസോ കോൺടാക്ട് പേഴ്സൻ്റെ ഡീറ്റെയിൽസോ എല്ലാം നമുക്ക് അതിനകത്ത് തന്നെ കിട്ടും. അപ്പോൾ അവരെ നമുക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ മെർലിൻ്റെ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അതിനകത്ത് ഏജൻസിയുടെ പേര് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു ഏജൻസിയുമായിട്ടും ടൈപ്പ് ഇല്ല. ഒരു ഏജൻസിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യണില്ല ഇതിനകത്ത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്കത് പറയാനായിട്ട് കൂടുതൽ ഫീസിൻ്റെ എത്രയായി സർവീസ് ചാർജ് അല്ലെങ്കിൽ എത്രയായി കോസ്റ്റ് എന്നൊക്കെ പറയാനായിട്ട് ചില പരിമിതികളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പ്ലീസ്. അപ്പോൾ അതുകൊണ്ടാണ് പറയാത്തത്. പിന്നെ പ്രത്യേകിച്ച് ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് മെർലിന് ആ ഏജൻസിനെ അറിയാമായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്ന് പറയുമ്പോഴേക്കും തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ ആലോചിച്ചറിയാം, നിങ്ങൾക്ക് ആരെങ്കിലും ഡയറക്റ്റായിട്ട് ഏതെങ്കിലും ഏജൻസിനെയോ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നവരെയൊക്കെ പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും ഫീസ് അതിനകത്ത് കൊടുക്കേണ്ട ചാർജിലൊക്കെ കുറച്ച് റിഡക്ഷനോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും അല്ലേ. അപ്പോൾ നോർമലി നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ ആ ഒരു രീതിക്ക് മെർലിൻ എന്തായി കോസ്റ്റ് അല്ലെങ്കിൽ അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ പോയിട്ട് അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റേറ്റിന് തന്നെ കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ പല റേറ്റുകളാണ്. അത് ഒരു 6-7 ലക്ഷം രൂപ തൊട്ട്
10-13 ലക്ഷം രൂപ ചാർജ് ചെയ്യുന്ന പല ഏജൻസികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഏജൻസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഇതല്ലെങ്കിൽ വേറൊരു ഏജൻസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഞാൻ അങ്ങനെ ഏജൻസി റൂട്ടിലാണ് വരാൻ താല്പര്യമുള്ളവരെങ്കിൽ അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ നല്ലൊരു ഏജൻസിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പം ആ ഒരു ഏജൻസിക്ക് എത്രയാണ് പൈസ കൊടുത്തതെന്ന് ഉള്ളതനുസരിച്ച് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അതിനകത്ത് തരാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. പിന്നെ അതിനകത്തുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഏജൻസി ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ പൈസകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ അന്വേഷിക്കുക അതിനെപ്പറ്റി. ചതിയിലൊന്നും പെടാതിരിക്കുക. പല ഏജൻസികളും ഫ്രോഡായിട്ടുള്ള ഏജൻസികളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നിങ്ങൾ പലപ്പോഴും കാണുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ പല ന്യൂസുകൾ ഇതുപോലെ കേട്ടായിരുന്നു ഏജൻസികളെ പറ്റി. അപ്പോൾ നല്ല ഏജൻസി ആണോ എന്ന് അന്വേഷിക്കുക, അവരുടെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതിനകത്ത് എല്ലാം ഒരു ട്രാൻസ്പെറൻസി ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ പൈസയൊന്നും അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ ഒത്തിരി കൊടുക്കാതിരിക്കുക. അങ്ങനെയൊക്കെ പെട്ടുപോകുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട്. ഇപ്പം ഈ അടുത്ത് ഞാൻ സംസാരിച്ചിരുന്നപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ട്, 2 ലക്ഷം 3 ലക്ഷമൊക്കെ ഏജൻസിക്ക് കൊടുത്തിട്ടുണ്ട്, ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നല്ലൊരു ഏജൻസിയിൽ നോക്കുക. അതുപോലെ പൈസയൊന്നും കൊടുക്കാതിരിക്കുക ആദ്യമേ തന്നെ. അതുപോലെ ഇവിടെ ആരെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ആരെങ്കിലും പരിചയത്തിലുണ്ടെങ്കിൽ ആ സ്ഥലവും കാര്യങ്ങളും ആ നേഴ്സിംഗ് ഹോമിനെ കുറിച്ചൊക്കെ അതുപോലെ നിങ്ങൾക്ക് ഗൂഗിളിൽ അന്വേഷിച്ച് കഴിഞ്ഞാലും അറിയാം. ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളും അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ബ്ലൈൻഡായിട്ട് ഒരു ഏജൻറ്റിനെ വിശ്വസിക്കാതെ നിങ്ങൾ നിങ്ങളുടെ രീതിയിലുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് മാത്രം കാര്യങ്ങളിൽ പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തത് ഹെയ്ൽസ് ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണ്. ആഫ്റ്റർ ഇൻ്റർവ്യൂ നമുക്ക് COS കിട്ടാനായിട്ട് എത്ര നാളെടുക്കും? അതുപോലെ ഈ പ്രോസസ്സിന് മൊത്തം ഇൻ്റർവ്യൂവും അതേപോലെ നമ്മുടെ മെഡിക്കൽ, നമ്മുടെ PCC ക്ലിയറൻസ് ഇതെല്ലാം കൂടി നമുക്ക് എത്ര സമയം എടുക്കും? അതായത് മൊത്തം ഈ പ്രോസസ്സിന് എത്ര സമയം എടുക്കുന്നതാണ് ഹെയ്ൽസ് ചോദിച്ചേക്കുന്നത്. അപ്പം അതിനുള്ള മറുപടിയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇപ്പോൾ നമുക്ക് COS കിട്ടാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നമുക്ക് ഏതാണ്ട് ഒരു 8 to 9 വീക്സ് എടുക്കും. നമ്മൾ ഒരു 2 months ജസ്റ്റ് ഓവർ 2 months എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഹോൾ പ്രോസസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഹോൾ പ്രോസസ്സിന് നമുക്കൊരു 6 to 7 months ആണ് നമുക്ക് സമയം എടുക്കുക. അപ്പം നമ്മൾ അത്രയും സമയം നമ്മൾ കണ്ടെത്തിക്കണം. അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ എടുക്കണം, നമ്മൾ ഈ COS ഇഷ്യൂ ആവണം, അതേപോലെ ഇൻ്റർവ്യൂകൾ നടക്കണം, മെഡിക്കൽ നടക്കണം, PCC ക്ലിയറൻസ് പോലീസ് സർട്ടിഫിക്കറ്റ് ക്ലിയറൻസ് നടത്തണം. അതേപോലെ നമുക്ക് ഡോക്യുമെൻറ്റ്സ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് നാരിക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവത്തിനാണ് ഇത്രയും സമയം എടുക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിൽ നമുക്കൊരു 6 to 7 months ആണ് സമയം എടുക്കുക. പിന്നെ ഇതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. കാരണം നമ്മൾ പോകുന്ന നേഴ്സിംഗ് ഹോമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നേഴ്സിംഗ് ഹോം ഇരിക്കണ ആ ഒരു സ്ഥലം, അവിടുത്തെ ഒരു വേക്കൻസി കാര്യങ്ങൾ അതൊക്കെ അപേക്ഷിച്ചിട്ടിരിക്കും. അപ്പം ഒരുപാട് വേക്കൻസി ഉള്ള ഒരു നേഴ്സിംഗ് ഹോമാണ്. അവർ പെട്ടെന്ന് അവർക്ക് ആ സ്റ്റാഫിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആവും. COS ഒക്കെ പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് ഈസി ആയിരിക്കും. നമ്മൾ ലക്കിയായിട്ട് കണ്ടെച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ നോർമൽ കേസിൽ ഇത്രയും ഒരു സമയമാണ് എടുക്കുന്നത്. പിന്നെ പല ഫാക്ടേഴ്സും ഉണ്ട്. ഇപ്പോൾ ഇമിഗ്രേഷൻ, ഇപ്പോൾ നമ്മുടെ ഹോം ഓഫീസിൽ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ സമയത്ത് ഒരുപാട് ഹോളിഡേയ്സും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് സമയങ്ങളൊക്കെ കൂടുതലെടുക്കും. അപ്പം ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സിനെ സംബന്ധിച്ചിട്ടിരിക്കും നമ്മൾക്ക് മൊത്തം എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. പക്ഷേ ഇതാണ് ഒരു ജനറൽ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നതാണ്. പിന്നെ പുള്ളി ചോദിച്ചേക്കുന്ന വേറൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിസ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നോർമൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യണോ അതോ നമ്മൾ പ്രീമിയം വിസയ്ക്ക് അപ്ലൈ ചെയ്യണം? അപ്പോൾ നോർമൽ വിസയ്ക്ക് അപ്ലൈ ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമ്മുടെ ഓരോ അർജൻസിയും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഇപ്പോൾ നോർമൽ വിസയാണെങ്കിൽ 15 working days എന്നാണ് പറയണേ. പക്ഷേ 15 working days എന്ന് പറയുമെങ്കിൽ നമുക്ക് ഒരു 10 days 11 days നമുക്ക് കിട്ടുന്നുണ്ട് പല കേസുകളിലും. അപ്പം അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ മെർലിൻ എങ്ങനെയാണ് സീനിയർ കെയർ ആയിട്ടൂടെ വന്നതെന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ മേളിൽ കൊടുക്കാം, അതുപോലെ താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. മെർലിൻ്റെ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അതിനകത്ത് നിങ്ങൾക്ക് മെർലിൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം, കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രോ നഴ്സിംഗ് പഠിക്കാത്തവർക്ക് സീനിയർ കെയർ ആയിട്ട് വരാൻ പറ്റുമോ? അപ്പം അത് തീർച്ചയായിട്ടും റെലവൻ്റ് ആയിട്ടുള്ള എല്ലാവരുടെയും മനസ്സിലുള്ളൊരു ഇതായിരിക്കും. പലരും പറയുന്നത് കേൾക്കുന്നുണ്ട് നഴ്സിംഗ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, സീനിയർ കെയർ. അത് ശരിയാണ്. സീനിയർ കെയർ ആവാനായിട്ട് നഴ്സിംഗ് ഒന്നും പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഒരു കാര്യത്തിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നാട്ടിൽ നിന്ന് വരാനാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് നിങ്ങൾക്കറിയാവുന്ന പോലെ ഒരുപാട് പേര് ANM GNM അതേപോലെ പോസ്റ്റ് BSc അതേപോലെ BSc നഴ്സിംഗും ഒക്കെ കഴിഞ്ഞിട്ട് പഠിച്ചിട്ട് ജോലി ഇല്ലാതെയൊക്കെ വെറുതെ നിൽപ്പുണ്ട് നാട്ടിൽ.
അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഒരു പ്രിഫറൻസ് ഉണ്ടാവും നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക്. അപ്പോൾ നേഴ്സിംഗ് പഠിക്കാത്തവർക്ക് തീർച്ചയായിട്ടും നമ്മളൊരു എംപ്ലോയറിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചാൽ അറിയാലോ അവർ ആർക്കായിരിക്കും പ്രിഫറൻസ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ്, അല്ലാതെ ഇന്നത് തന്നെ പഠിക്കണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇതിൽ. അപ്പം അങ്ങനെയുള്ളവർ നിൽക്കുമ്പോൾ, അങ്ങനെയുള്ളവർ ഫസ്റ്റ് ചാൻസിൽ നിൽക്കുമ്പോൾ അവർക്കായിരിക്കും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക. പിന്നെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ രാജ്യത്തിനകത്താണെങ്കിൽ ഇവിടെ ഒത്തിരി കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ UK വൺസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പലരും ഇപ്പോൾ ഈവൻ സ്റ്റുഡൻസ് വരെ വിസ കൺവേർട്ട് ചെയ്തിട്ട് സീനിയർ കെയർ വിസയിലേക്ക് മാറുന്ന സാഹചര്യങ്ങളൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട്. അപ്പം രാജ്യത്തിന് വെളിയിൽ നിന്ന് വരാനായിട്ട് കുറച്ച് ടഫായിരിക്കും. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ കയ്യിൽ എന്തുണ്ടെന്ന് അനുസരിച്ചിരിക്കും. അവർ നമുക്ക് എന്തിന് ജോലി തരണം. നമ്മുടെ കയ്യിൽ ഒന്നില്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാവണം, അല്ലേ? അപ്പം അത് നമ്മൾ ആദ്യം ആലോചിക്കണം, നമുക്ക് എന്തെങ്കിലും അവർക്ക് ഓഫർ ചെയ്യാൻ പറ്റുമെന്ന്. അല്ലാതെ നമ്മൾ എന്തും പഠിച്ചെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മേഖലയിലേക്ക് വരാനായിട്ട്, അല്ലെങ്കിൽ ഒരു വേറെ രാജ്യത്തേക്ക് ഇത്രയും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലത്ത് വരാനായിട്ട് നമുക്ക് കുറച്ച് ടഫായിരിക്കും, അല്ലേ? അപ്പം നമ്മളെ തന്നെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യിക്കുക, നമ്മളെ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനകത്ത് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇമ്പോസിബിൾ അല്ല, തീർച്ചയായിട്ടും എല്ലാവർക്കും പറ്റും കേട്ടോ. പിന്നെ ജിഷ ജോസഫ് ചോദിച്ചിട്ടൊരു ചോദ്യമാണ് ഇവിടെ വന്നിട്ടുള്ള PCR പറ്റി. PCR ടെസ്റ്റ് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്യുക. അപ്പം അതിൻ്റെ റെഫറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അഡ്രസ്സിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ താമസിക്കാൻ പോണ അക്കോമഡേഷൻ അഡ്രസ്സിലേക്ക് നമുക്കത് വരുത്തിപ്പിക്കാം. കൂടുതലും നെക്സ്റ്റ് ഡേ ഡെലിവറി ഒക്കെ ആയിട്ട് അവർ വരുത്തിപ്പിക്കും. ഈവൻ ഇപ്പോൾ റീസെൻ്റ്ലി ആമസോണിൽ വരെ തുടങ്ങിയിട്ടുണ്ട്. ആമസോണിൽ വരെ നമുക്ക് ഈ PCR കിറ്റ്, നമ്മൾ ഈ സെക്കൻഡ് ഡേ ചെയ്യാനുള്ള കിറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പം അത് അന്വേഷിച്ചിട്ട് നമ്മൾ അതനുസരിച്ച് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളിലേക്ക് നമുക്കത് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിൻ്റെ റെഫറൻസ് നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന സോളി ആൻ്റണിയാണ്, GNM നേഴ്സിന് പറ്റുമോ എന്നുള്ളത്. GNM നേഴ്സിന് തീർച്ചയായിട്ടും പറ്റും. നമ്മൾ പോസ്റ്റ് BSc എടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ. പക്ഷേ നമുക്ക് വേണ്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK via IELTS നമ്മൾ എഴുതാമെന്നുള്ളതാണ്. അത് ഡിപ്പെൻസ് ഓൺ ദി നമ്മൾ നേഴ്സിംഗ് ഹോം അനുസരിച്ചിരിക്കും. അത് മിനിമം ആദ്യമൊക്കെ 4.5 ഒക്കെ പറഞ്ഞിരുന്നു. ഇപ്പം 5.5ഉം 5.5 ഒക്കെ പറയുന്നുണ്ട്. അത് ഡിപ്പെൻസ് ഓൺ ദ നേഴ്സിംഗ് ഹോം ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരോടടുത്ത് ചോദിക്കുക എത്രയാണ് നിങ്ങളുടെ റിക്വയർമെൻ്റ് എന്ന്. അല്ലെങ്കിൽ ഏജൻസി വഴിയാണെങ്കിൽ അവർ ഏജൻസിക്കാർ പറയും ഇന്നതാണ് എൻ്റെ റിക്വയർമെൻ്റ് എന്നുള്ളത് കേട്ടോ. പിന്നെ നീതു ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ പോസ്റ്റ് BSc ഫസ്റ്റ് ഇയർ ആണ്, അപ്പോൾ എങ്ങനെയാണ് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് നീതുവിനോട് പറയാനുള്ള ഒരു ചെറിയ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, തീർച്ചയായിട്ടും OETയും CBT ഒക്കെ എഴുതിയെടുത്തു കഴിഞ്ഞാൽ ഒരു ക്വാളിഫൈഡ് ഒരു RN ആയിട്ട് ഒരു NHS ട്രസ്റ്റിലേക്ക് വരിക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ഫ്രീ ആണ്, ഒരു എക്സ്പെൻസും ഇല്ല, വളരെ ഈസി ആയിട്ട് വരാം. പക്ഷേ ഈ ഒരു പരീക്ഷകൾ, ഈ ചെറിയൊരു കടമ്പയും കൂടെ കടക്കണമെന്ന് മാത്രം പോസ്റ്റ് BSc കഴിഞ്ഞതിന് ശേഷം കേട്ടോ. അപ്പോൾ അത് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ശരണ്യ ചോദിച്ചിട്ടുണ്ട് 4 years ഗ്യാപ്പ് ഉണ്ട്, GNM നേഴ്സാണ്, 4 years ഗ്യാപ്പ് ഉണ്ട്, വരാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും അത് ഡിപ്പെൻസ് ഓൺ ദി നേഴ്സിംഗ് ഹോം ആണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ, ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കുക കാര്യങ്ങൾ, ഗ്യാപ്പ് പ്രശ്നമാണോ. അതുപോലെ തന്നെ ഏജൻസിയുടെ അടുത്തും ചോദിക്കുക. നമ്മളെ ഒരിക്കലും ഇന്ന ആൾ ഗ്യാപ്പ് ഉള്ളതുകൊണ്ടെന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം നമ്മുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും നമ്മുടെ കയ്യിലില്ലേ, അതെവിടെയും പോയിട്ടില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഗ്യാപ്പ് ഒരുപാട് കൂടും തോറും അത് ചില കേസുകളിലൊക്കെ പ്രശ്നമാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഡയറക്റ്റായിട്ട് അവരുടെ അടുത്ത് സംസാരിക്കൂ, ഏജൻസിയുടെ അടുത്ത്, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നഴ്സിംഗ് ഹോമിൻ്റെ അടുത്ത് സംസാരിക്കൂ. തീർച്ചയായിട്ടും വരാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. പിന്നെ അന്നക്കുട്ടി പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്, ഞാൻ ഡയറക്റ്റായിട്ടാണെങ്കിലും ഏജൻസി വഴിയാണെങ്കിലും ഒത്തിരി അപ്ലൈ ചെയ്തു, ഞാൻ മടുത്തു, എനിക്ക് റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല, ഞാനത് UK സ്വപ്നം ഞാൻ നിർത്തുവാണ്, സ്റ്റോപ്പ് ചെയ്യാൻ പോകണമെന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു എളിയ അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും നിർത്തല്ലേ. നമ്മൾ 1000 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഡയറക്റ്റായിട്ടാണ് അപ്ലൈ ചെയ്യുമെങ്കിൽ 1000 അപ്ലൈ ചെയ്യാം. നല്ലൊരു CVയും കാര്യങ്ങളും കവറിങ് ലെറ്ററൊക്കെ ഉണ്ടാക്കി ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഏജൻസി വഴിയാണെങ്കിൽ അങ്ങനെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, തീർച്ചയായിട്ടും നടക്കും. ഞാൻ അന്നക്കുട്ടിയോട് പറയാനുള്ള പ്രത്യേകമായിട്ടും തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക, പല രീതികളിലും അപ്ലൈ ചെയ്യുക, അന്വേഷിക്കുക കാര്യങ്ങൾ. ഒരിക്കലും നമ്മളൊരു കാര്യത്തിൽ നിന്ന് പിന്മാറല്ലേ. നമ്മളൊരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയെടുക്കണവരെ നമ്മൾ അതിൻ്റെ പുറകെ പോകണം. തീർച്ചയായിട്ടും എല്ലാവരും കൂടെ നിൽക്കും കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആശ ഫിലിപ്പ് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ നല്ലൊരു CV എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണത്, UK അനുയോജ്യമായ ഒരു CV എങ്ങനെയാണ്, അല്ലെങ്കിൽ കവറിംഗ് ലെറ്റർ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1-2 പേര് എന്നോട് അങ്ങനെ, കൂടാതെ 1-2 പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ഈസി ആയിട്ട് നമുക്ക് CV എങ്ങനെ ഉണ്ടാക്കാം, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് CV ഉണ്ടാക്കാവുന്നതാണ്. അതുപോലത്തെ ഒരുപാട് സൈറ്റുകൾ വേറെ ഉണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായൊരു സൈറ്റാണ്. പല കാര്യങ്ങളും അതിനകത്ത് നിന്ന് സാധിക്കാൻ പറ്റും നമുക്ക്. ഈസി ആയിട്ടുള്ള, ഫ്രീ ആയിട്ടുള്ളൊരു സൈറ്റാണ്. അപ്പം നിങ്ങളത് ചെക്കൗട്ട് ചെയ്യുക.
എന്നിട്ട് നിങ്ങൾ അതനുസരിച്ച് നല്ലൊരു CV ഉണ്ടാക്കുക, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള നല്ലൊരു CV ഉണ്ടാക്കുക. നമ്മൾ നാട്ടിലുണ്ടാക്കുന്ന പോലെ പഴയ മോഡലിലുള്ള CV അല്ല, നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയ നല്ലൊരു CV ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യണവരാണെങ്കിൽ ചിലപ്പോൾ 1000 അയക്കേണ്ടി വരും CVയും കവറിംഗ് ലെറ്ററും. നമുക്ക് ആപ്പാടെ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കവറിംഗ് ലെറ്റർ പേര് മാത്രം ചേഞ്ച് ചെയ്താൽ മതിയല്ലോ. നമുക്കിപ്പോൾ ഒരു 100 അഡ്രസ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ ആ ഇമെയിൽ അഡ്രസ്സ് മാത്രം ചെയ്തിച്ചാൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം സെയിം ആണ് അതിനകത്ത്, അല്ലേ? അപ്പം തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുക, നല്ലൊരു CV ഉണ്ടാക്കുക, കവറിംഗ് ലെറ്റർ ഉണ്ടാക്കുക, അപ്ലൈ ചെയ്യുക. ഇതിനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നിങ്ങൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ തന്നെ. അപ്പോൾ നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.